എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാർട്ടിക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. കസ്റ്റാർഡ് ജെല്ലി ഡ്രിങ്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജെല്ലിക്ക് വേണ്ടിയിട്ടുള്ള ജെല്ലി പൗഡർ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കളറിലും ഫ്ലേവറിലുമുള്ള ജെല്ലി പൗഡേഴ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ 2 കളറിലാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ ഞാനിപ്പോൾ ഒരെണ്ണമാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ സ്ട്രോബെറി അതുപോലെ തന്നെ പിസ്ത 2 ഫ്ലേവറിലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ജെല്ലി പൗഡറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓരോ ജെല്ലി പൗഡറിൻ്റെ പാക്കറ്റിലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ചെയ്യുക. ഓരോന്നിലും വ്യത്യാസമായിരിക്കും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ ജെല്ലി പൗഡറിൽ നമ്മളൊരു 1/4 കപ്പ് ജെല്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ജെല്ലിയുടെ ക്രിസ്റ്റൽസൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരും. ഈ റെഡ് കളറിലെ ജെല്ലി നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ജെല്ലി സെറ്റാകാനായിട്ട് വേണ്ടിയിട്ടുള്ള ട്രേയിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പെട്ടെന്ന് തണുത്ത് കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ 1 മണിക്കൂറൊന്ന് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റായി കിട്ടും. ഇപ്പോൾ ജെല്ലി സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി കസ്റ്റർഡ് ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിവിടെ ഒരു 4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 4 കപ്പ് പാലെന്ന് പറയുമ്പോൾ ഇതിൽ 3 കപ്പ് പാലും 1 കപ്പ് വെള്ളവുമാണ്. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡറാണ്. ഇത് എഗ്ലെസ് കസ്റ്റർഡ് പൗഡറാണ്, മാംഗോ ഫ്ലേവറിലുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചൂടായ പാലിൽ നിന്നും ഒരു 2 തവി ഒഴിച്ച് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അതിനുശേഷം ചൂടായി കിടക്കുന്ന പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കസ്റ്റർഡ് പൗഡർ ഒരുപാട് കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ ഫ്രൂട്ട് കസ്റ്റർഡ് പോലെ നല്ല തിക്കായി പോവും. അപ്പോൾ 4 കപ്പ് വെള്ളത്തിന് 1/4 കപ്പ് കസ്റ്റർഡ് പൗഡർ മതിയാകും. കസ്റ്റർഡ് പൗഡർ കൂടെ ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. നമ്മളിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുക കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ കസ്റ്റർഡ് ഡ്രിങ്ക് നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് കസ്റ്റർഡ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് തണുത്തിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത് എടുക്കുമ്പോഴാണ് ആ ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പെട്ടെന്ന് തണുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലേക്കും എടുത്തു വെക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ചവ്വരിയാണ്. ഇത് വളരെ ചെറിയ തരികളായിട്ടുള്ള ചവ്വരിയാണ്. പായസത്തിലൊക്കെ നമ്മൾ ചേർക്കുന്ന സാബുനരി, സാഗോ സീഡ്സ് എന്നൊക്കെ പറയുന്ന, ടപ്പിയോക്ക പേൾസ് എന്നൊക്കെ പറയുന്ന ചവ്വരിയാണ്. ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും എടുക്കാം. വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഈ ചെറിയ ചവ്വരി വേവാനായിട്ട്. ഇത് തായ് സാഗോ സീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ത്യൻ കടയിൽ വാങ്ങിക്കാൻ കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ ചവ്വരിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മളിനി ഈ കസ്റ്റാർഡിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഒന്നിൽ തൊടാതെ ഇത് വരും. നമ്മുടെ കസ്റ്റർഡ് ഡ്രിങ്ക് ഇവിടെ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ജെല്ലി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു, പിന്നെ നേരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ കിട്ടും. നിങ്ങൾക്ക് സ്ക്വയറായിട്ടൊക്കെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു സ്പാറ്റില വെച്ചിട്ട് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. പല കളറിലുള്ള ജെല്ലികൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ജെല്ലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. പിന്നെ കുറച്ച് സബ്ജ സീഡ്സ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണ് സബ്ജ സീഡ്സാണ്. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് റൂഹ് അഫ്സയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് 2 രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ഒന്നൊരു ഫലൂദ പോലെ സെറ്റ് ചെയ്യാം, അല്ലാതെ നമുക്ക് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ് ഫലൂദയായിട്ട് സെറ്റ് ചെയ്യുന്നതെന്നാണ്. ആദ്യം കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തു. ഇതിന് മുകളിലായിട്ട് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സും അതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജെല്ലിയും
കുറച്ച് ചേർത്തു. ഇനി നന്നായിട്ട് തണുത്തിരിക്കുന്ന കസ്റ്റർഡ് ചവ്വരി ഡ്രിങ്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ജെല്ലിയും അതുപോലെ തന്നെ സബ്ജ സീഡ്സും കൂടി ഇട്ടിട്ട് കുറച്ച് റോസ് സിറപ്പും കൂടെ മുകളിൽ ഒഴിച്ചാൽ ഫലൂദയുടെ ഒരു ടേസ്റ്റിലായി. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജെല്ലി എല്ലാം ഇതിലേക്ക് ചേർത്തു. അതുപോലെ തന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ബദാം കാഷ്യൂ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് മുറിച്ചിട്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്നുകൂടെ നല്ലൊരു തണുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയും സെർവ് ചെയ്യാവുന്നതാണ്. ഇതിലപ്പോൾ നമ്മൾ റൂഹ് അഫ്സ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ ഓറഞ്ച് പീലും എല്ലാം കൂടെ ഉള്ളതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കുമ്പം അവിടെ ആയിട്ട് ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറും കിട്ടും. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഗ്ലാസ്സുകളിലാക്കി സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ താഴെ കുറച്ച് റൂഹ് അഫ്സ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രിങ്കും കൂടെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമ്മൾ ആ ചവ്വരി ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്